ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേഘ. അപ്പോൾ എല്ലാവരും RRBയുടെ എക്സാമിന് തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് RRBയുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കണം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ താഴെ കുറേ പേരിങ്ങനെ കമൻ്റ് ഇട്ടതും ഒരുവിധം കമൻറ്റുകൾക്കൊക്കെ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ഇട്ടോളൂ, നമ്മളതൊക്കെ ദൂരീകരിച്ച് തരുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യേണ്ടത് RRBയുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് എല്ലാ ഭാഗത്തു നിന്നും നമുക്കറിയാം നമ്മുടെ സിലബസ് കൃത്യമായിട്ട് RRB തന്നിട്ടുണ്ട്. സിലബസിൻ്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ പോയിട്ട് ആ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ആ വീഡിയോ പോയിട്ടൊന്ന് കാണുക കേട്ടോ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഓരോ വിഷയങ്ങളും എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടും. സോ നമുക്ക് സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നൊരു പോയിന്റ് ആയിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് അനാലിസിസ് നടത്തിക്കൊണ്ട് വേണം നമ്മൾ പഠനത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് RRBക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഒന്നെടുത്ത് അനാലിസിസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. നോക്കാം, ഏത് കളിക്കാരൻ്റെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന പേരിലുള്ളത്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. ഇവിടെ ഞാൻ ഉത്തരം എന്താണെന്ന് നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ചോദ്യത്തിൻ്റെ നിലവാരം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരുവിധം എല്ലാവർക്കും വളരെ സിമ്പിൾ അല്ലേ. അത്യാവശ്യം കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അറിയുന്ന ഉത്തരം തന്നെയാണ് ഇത് അല്ലേ. പ്ലേയിങ് ഇറ്റ് മൈ വേ, ക്രിക്കറ്റിൻ്റെ അതികായനായിട്ടുള്ള അല്ലേ നമ്മുടെ ലിറ്റിൽ മാസ്റ്റർ ആയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളത്. അപ്പോൾ കണ്ടോ, ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ചോദ്യത്തിന് അങ്ങനെ വലിയൊരു നിലവാരം എന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ നോർമൽ ആയിട്ടുള്ള വളരെ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിന് ഉണ്ടാവും. എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങൾ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള കോമൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി 48ാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി 2017 അവാർഡിന് അർഹനായത് ആരാണ്? ഈ ചോദ്യത്തിന് ഇന്ന് പ്രസക്തിയൊന്നുമില്ല, കാരണം 2017ത്തെ ഡാറ്റയാണിത്. അപ്പോൾ ഇത് അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് നമുക്കറിയാം, അമിതാഭ് ബച്ചനാണ്. എന്താണെങ്കിലും ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇത്തരത്തിലുള്ള അവാർഡുകൾ നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഏതൊക്കെ ടൈപ്പ് ഓഫ് അവാർഡുകളെ കുറിച്ച് പൊതുവെ RRB ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഫിലിം എന്ന് പറയുന്ന ഒരു മേഖല RRBക്ക് പ്രിയപ്പെട്ട ഒരു മേഖലയാണ്. അതുപോലെ തന്നെയാണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ സ്പോർട്സും അതുപോലെ തന്നെ ഫിലിം എൻ്റർടൈൻമെൻറ്റ് മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലിറ്ററേച്ചർ, ഇതിലൊക്കെ വരുന്ന അവാർഡുകൾ, നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരുപാട് അവാർഡുകളുണ്ട് അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പോലെ തന്നെ നമുക്കറിയാം ഓസ്കാർ അവാർഡുകളുണ്ട്. സ്പോർട്സിലാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് സ്ലാം, പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടെന്നീസ് ടൂർണമെൻറ്റും അതിൻ്റെ അവാർഡ്സും എല്ലാം ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ കൊടുക്കുന്ന ഒരുപാട് അവാർഡുകൾ, പ്രത്യേകിച്ച് സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവാർഡുകൾ, ദ്രോണാചാര്യ അവാർഡുണ്ട്, ഖേൽ രത്ന പുരസ്കാരങ്ങളുണ്ട്. പിന്നെ ഓരോ ഐറ്റം അല്ലെ, ഓരോ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് അങ്ങനെയുള്ള ഓരോ ഐറ്റത്തിനും പ്രത്യേകം കപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അത് വിൻ ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, ഏത് ടീമാണ്, പിന്നെ വ്യക്തികൾ ഉള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം എന്നാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്നും ഇനി എന്തായിരിക്കും അടുത്ത പരീക്ഷയ്ക്ക്, നമ്മുടെ പരീക്ഷയ്ക്ക് എന്തായിരിക്കും ചോദ്യം വരിക എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളെ ഒന്ന് ഗസ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കൂടി വേണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗം നിങ്ങൾ നോക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ. പിന്നെ നോക്കൂ, സുന്ദർബൻസ് കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ്. സുന്ദർബൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അല്ലേ. സുന്ദർബൻസ് നമുക്ക് അറിയുന്നതാണ്, സുന്ദരി കാടുകളുള്ള അല്ലേ, സുന്ദരി കാടുകളല്ല, സുന്ദരി വനമുള്ള, സുന്ദരി എന്ന് പറയുന്ന മരമുള്ള സുന്ദർബൻസ് എന്ന് പറയുന്ന ഡെൽറ്റയാണ് അല്ലേ.
അപ്പോൾ ഗംഗാ നദിയുടെ ഡെൽറ്റയായിട്ട് ഫോം ചെയ്യുന്ന സുന്ദർബൻസ് കടുവാ സങ്കേതം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ ഇത്തരത്തിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അതുപോലെ നാഷണൽ പാർക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ RRBക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. അതിന് നിങ്ങൾക്ക് നമ്മൾ ഈ കേരള PSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ പഠിക്കാറുണ്ട് അല്ലേ, ആ കാര്യങ്ങൾ തന്നെ മതി എന്നുള്ളതാണ്. എക്സ്ട്രാ ആയിട്ട് കൂടുതലായിട്ടൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ കേരള PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ RRBയുടെ എക്സാം എഴുതുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അതിന് വേണ്ടി പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും കാര്യങ്ങളൊക്കെ, ആ ഫാക്റ്റുകൾ തന്നെ മതി. പിന്നെ ജോഗ്രഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലസ് ഉണ്ടല്ലോ, അറ്റ്ലസ് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് പഠിക്കാം. അറ്റ്ലസിൽ നിങ്ങൾക്ക് സംസ്ഥാനങ്ങളുടെ ഇപ്പോൾ പൊളിറ്റിക്കൽ മാപ്പ്, ഫിസിക്കൽ മാപ്പ്, പിന്നെ അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, ഇതൊക്കെ അറ്റ്ലസിലുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പഠിക്കാൻ കമ്പാരിറ്റീവ്ലി ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് അറ്റ്ലസ് വായിക്കുന്നത്. അപ്പോൾ അറ്റ്ലസ് നോക്കി പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അതുപോലെ തന്നെ ട്രിബ്യൂട്ടറീസ് ഒക്കെ പഠിക്കുമ്പോൾ ആ റിവർ എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു അല്ലേ, അതിൻ്റെ ഒരു ഫ്ലോ, ഓക്കെ, ആ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക, ഡിസ്ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി, പിന്നെ അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, പിന്നെ പോകുന്ന വഴിക്ക് അത് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ലാൻഡ് ഫോമുകൾ ഉണ്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗംഗാ നദി ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ, സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെൽറ്റയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറ്റ്ലസ് വെച്ചിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കണം. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേർഡ് സാങ്ച്വറീസ് അല്ലേ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഏതെങ്കിലും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നാഷണൽ പാർക്സും ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ട് പോവുക കേട്ടോ. അവിടെ ഉള്ള പ്രത്യേകമുള്ള മൃഗം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി പോകും. ഫോർ എക്സാമ്പിൾ കാസിരംഗ നമുക്കറിയാം അല്ലേ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. അപ്പോൾ ഇതുപോലെ ഇത് വളരെ സിമ്പിളാണ്. ഇത് കൂടാതെയും ഒരുപാട് വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും ഉണ്ട്. അവിടെ പ്രത്യേകം എന്താ പറയുക, കെയർ കൊടുത്ത് പരിപാലിക്കുന്ന ചില പ്രത്യേകതരം ജീവികളുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. പിന്നെ സംസ്ഥാനങ്ങൾ, അവയുടെ മൃഗങ്ങൾ, അവയുടെ പക്ഷികൾ, അവിടെ ഉത്സവങ്ങൾ, ഫെസ്റ്റിവൽസ്, ഡാൻസ് ഫോംസ്, ലാംഗ്വേജസ്, അതുപോലെ ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കിട്ടിയ ഭാഷകളെക്കുറിച്ച്, ഇതൊക്കെ എന്ത് ചെയ്ത് പോകണം, ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിൽ കവർ ചെയ്ത് പോകണം. അതൊക്കെ മനസ്സിലാക്കാനാണ് ഈ ഒരു ചോദ്യം തന്നത്. നെക്സ്റ്റ് നോക്കൂ, ഒരു അമ്പ് ഞാണിൽ നിന്നും വേർപെടുമ്പോൾ അതിൻ്റെ ഊർജം. ഇത് സയൻസിൽ, ബേസിക് സയൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതായത് സയൻസ് പഠിക്കുമ്പോൾ CBSE ടെക്സ്റ്റ് ബുക്ക് അഥവാ NCERT ടെക്സ്റ്റിൻ്റെ 8th, 9th, 10th ഈ ടെക്സ്റ്റാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ആ ടെക്സ്റ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇനി അതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, CBSE എത്തുന്നില്ല, പഠിച്ചാൽ അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാവുന്നില്ല, അങ്ങനെയും പലരും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടല്ലോ, നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസ്, കേരള സ്കൂളിൻ്റെ, നമ്മുടെ സ്കൂളുകളുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ 8, 9, 10 അതൊന്ന് ആദ്യം നന്നായിട്ട് പഠിക്കുക. അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ബേസ് ഫുള്ളും കിട്ടും. അതിനുശേഷം എന്ത് ചെയ്താൽ മതി, CBSEയിലേക്ക് പോയാൽ മതി. അപ്പോൾ കുറച്ചും കൂടി അപ്ഡേഷൻസ്, അല്ലെങ്കിൽ അതിൽ പറയാത്ത കുറച്ച് പോയിന്റുകൾ അവിടെ പറയും. അങ്ങനെ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ പഠിക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇത് കണ്ടോ എങ്ങനെയാണ്, നമുക്കറിയാം ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത്, എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ എനർജി, അതുപോലെ ലൈറ്റ്, പിന്നെ സൗണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ വെലോസിറ്റി അല്ലേ, ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെമിസ്ട്രി ആണെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ പീരിയോഡിക് ടേബിൾ അല്ലേ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സയൻസിൽ വരുന്ന കാര്യങ്ങളാണ്, ജനറൽ സയൻസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജി, ഈ 3 വിഷയങ്ങളും നന്നായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിക്കാം 8, 9, 10. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഓക്കെ, എന്താണ് സ്ഥിതികോർജ്ജത്തിൽ നിന്ന് പ്രവർത്തനോർജ്ജം. കാരണം എന്താണ്, അമ്പ് ഞാളിൽ നിന്ന് വേർപ്പെടുമ്പോൾ നമുക്കറിയാം അതുവരെ അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതെന്താണ്, വിടുമ്പോൾ എന്തായി മാറും, യെസ് പ്രവർത്തനോർജ്ജം, കൈനറ്റിക് എനർജി ആയിട്ട് മാറും. പിന്നെ 10ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ വേദികൾ, വെന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത്, അതും ഈ പറഞ്ഞ പോലെ സ്പോർട്സിൽ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് എവിടെ വെച്ചിട്ടാണ്, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്, എന്നാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ സയൻസ് ഫെസ്റ്റിവൽ,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, വേദികൾ, വെന്യൂസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോക്കുക. അത് ഇപ്പോഴത്തെ കറണ്ട് അഫെയർ എന്താണോ അത് വെച്ച് നോക്കുക. ഇതൊക്കെ പഴയ ക്വസ്റ്റ്യൻ ആണ്, ഇവിടുത്തെ ആൻസറിന് ഇവിടെ പ്രാധാന്യമൊന്നുമില്ല കേട്ടോ. ഇനി പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഇതിൽ മാറ്റം വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള ഡാറ്റ എടുക്കേണ്ടത് റീസെൻ്റ് ആയിട്ട്, അതായത് ഈ വർഷം 2024 എക്കണോമിക് സർവേനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് അന്നത്തെ സർവേ പ്രകാരമുള്ള ഉത്തരമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ എക്കണോമിക് സർവേ 2024 അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറൊക്കെ കിട്ടും. ഞാൻ പറയാം, കുറച്ചും കൂടി ഓതൻറ്റിക് ആയിട്ട് എവിടെ നിന്ന് ഇതിൻ്റെ ഉത്തരം കിട്ടുമെന്ന് അറിയുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. എക്കണോമിക് സർവേ 2024 നമുക്ക് ഇത്തരത്തിലുള്ള ഏറ്റവും ബേസിക് ആയിട്ട് ഇന്ത്യയുടെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ഇക്കോണമിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഭാഗം പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ അവൈലബിൾ ആണ്, അങ്ങനെ നോക്കിയിട്ടും പഠിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇതും ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും വരും എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്ഥാനത്തെ സംബന്ധിച്ച് ഇന്ത്യക്ക് അന്ന് 1ാം സ്ഥാനമാണ്. ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് കേന്ദ്രവുമായി ചേർന്ന് സാംസെ ബച്ചാവോ പ്രചാരണം ആരംഭിച്ചത് ആരാണ്? ഓക്കെ, അത് മെറ്റയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്കീംസ് ഉണ്ടല്ലോ, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട സ്കീംസ്, അതുപോലെ തന്നെ ഇന്ത്യ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേറെ ചില വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് സ്കീമുകളും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാറുണ്ട് അല്ലേ. പലപ്പോഴും അത് ഓരോ മിനിസ്ട്രീസ്, ഓരോ മന്ത്രാലയങ്ങൾ, വിവിധ വകുപ്പുകൾ നടപ്പിലാക്കാറുണ്ട്, വിവിധ മന്ത്രാലയങ്ങൾ നടപ്പിലാക്കാറുണ്ട്. അതല്ലാണ്ട് പാർട്ട്ണർഷിപ്പായിട്ടൊക്കെ നടപ്പിലാക്കുന്ന പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീംസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാം. അതിന് ഒരുപാട് സ്കീംസ് ഉണ്ട്. ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾ കുറേ സ്കീംസ്, അതിൽ വരുന്ന കുറേ സ്കീംസ്, ഈ പരസ്യമൊക്കെ ആയിട്ടൊക്കെ സ്കീംസ് വരാറുണ്ടല്ലോ, അതൊക്കെ നോക്കാം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സ്കീംസ് പഠിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ സ്കീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്കീംസ് നോക്കണം എന്നാണ് ഈ ചോദ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. നെക്സ്റ്റ്, കുട്ടികളിൽ മൊബൈൽ റേഡിയേഷൻ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ഗവേഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്യാം രാമനോട് പറഞ്ഞു. ഒരാൾക്ക് കുട്ടികളെ മൊബൈൽ റേഡിയേഷൻ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം അളക്കാനാവും. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 2, ശ്യാം മൊബൈൽ റേഡിയേഷൻ അളക്കുന്നതിൽ വിദഗ്ധനാണ്. എന്നിട്ട് ഓപ്ഷൻസ് അതുണ്ട്. 1ഉം 2ഉം തർക്കമില്ലാതെ സൂചിപ്പിക്കപ്പെടുന്നു. 2 അനുമാനം 2 മാത്രം തർക്കമില്ലാതെ സൂചിപ്പിക്കപ്പെടുന്നു. 3 അനുമാനം 1 മാത്രം തർക്കമില്ലാതെ സൂചിപ്പിക്കപ്പെടുന്നു. 4 1ഓ 2ഓ തർക്കമില്ലാതെ സൂചിപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇതൊരു ലോജിക്കൽ റീസണിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു അസംഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കൺക്ലൂഷൻ ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക, നമ്മുടെ ലോജിക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് യൂസ് ചെയ്താൽ കിട്ടുന്ന വളരെ സിമ്പിളാണ്. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഒരു യുക്തിബോധം കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിന് എന്താ വേണ്ടത്? ഇതിനൊരു പ്രാക്ടീസ് ആവശ്യമുണ്ട്. അതായത് പരീക്ഷയുടെ അന്ന് നിങ്ങൾ ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ സമയം എടുക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ പരിശീലിച്ച് പോയിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് അത് എന്തായിരിക്കും, നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ശരിയായ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളുടെ എക്സാമിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, കാരണം അനുമാനം 1 മാത്രം തർക്കമില്ലാതെ സൂചിപ്പിക്കപ്പെടുന്നു. അതേപോലെ തന്നെ വേറെ വന്നിട്ടുള്ളതാണ് ഈ പ്രസ്താവനയും നിഗമനം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ്സും അതിന്റെ കൺക്ലൂഷനും. തന്നിരിക്കുന്ന ചോദ്യം വായിക്കുകയും നൽകിയിട്ടുള്ള പ്രസ്താവനകൾ യുക്തിപരമായി എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ ഏതാണ് എന്ന് നിർണ്ണയിക്കുകയും ചെയ്യുക. പ്രസ്താവന നോക്കാം. ചില പെൺകുട്ടികൾ ഡോക്ടർമാരാണ്, എല്ലാ ഡോക്ടർമാരും സിസ്റ്റർമാരാണ്. നിഗമനങ്ങൾ എന്ന് പറയുന്നത് ചില പെൺകുട്ടികൾ സിസ്റ്റർമാരാണ്, എല്ലാ സിസ്റ്റർമാരും പെൺകുട്ടികളാണ്. ഇനി അതിന്റെ ആൻസേഴ്സ് കൊടുത്തിരിക്കുകയാണ്. 1ൽ മാത്രം എത്തിച്ചേരുന്നു, 2 1ലോ 2ലോ എത്തിച്ചേരുന്നു, 1ലും 2ലും എത്തിച്ചേരുന്നു, 4 2ൽ മാത്രം എത്തിച്ചേരുന്നു എന്നുള്ളത് കണ്ടോ. 1ൽ മാത്രം എത്തിച്ചേരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യം. ഇവിടെ ഉത്തരം എന്താണ് എന്നുള്ളതിലല്ല കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പാറ്റേൺ ഓഫ് ചോദ്യങ്ങളാണ് നമ്മുടെ RRBക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പരീക്ഷ പറയുന്ന അത്ര ബുദ്ധിമുട്ടുള്ള പരീക്ഷയൊന്നുമല്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം അല്ലേ കോൺഫിഡൻസ് വരുന്നില്ലേ? യെസ്. ഈ പൈഗ്രാഫ് കർണാടകത്തിലെ ഒരു പബ്ലിഷിംഗ് ഹൗസിന്റെ ചെലവിനെ പ്രതിനിധീകരിക്കുന്നു. ആകെ ചെലവ് 50,000 രൂപയാണെങ്കിൽ ഗതാഗത ചെലവ് എത്രയാണ്? എന്നിട്ട് ഈ ഒരു പൈ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇതിനെ അനാലിസിസ് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താനാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ചോദ്യമാണിത്. ഇതും എന്താണ് PSCക്ക് പൊതുവെ അങ്ങനെ കാണാറില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഉത്തരങ്ങളേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് ബേസിക് മാത്തമാറ്റിക്സ് അത്യാവശ്യം നന്നായിട്ട് ചെയ്യുക, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ചരക്കിന്റെ 2/3 ഭാഗം 6% ലാഭത്തിലും ശേഷിച്ച ഭാഗം 3% നഷ്ടത്തിലും വിറ്റു. മൊത്തത്തിൽ 540 രൂപ ലാഭം ലഭിച്ചുവെങ്കിൽ ചരക്കിന്റെ ആകെ മൂല്യം എത്രയായിരുന്നു? ഇത്തരത്തില് ലാഭനഷ്ടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. മാത്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നമുക്ക് എന്തിന് വരുന്നത്, നമ്മുടെ RRBയുടെ എക്സാമിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യങ്ങൾ? ഞാൻ അവിടുന്ന് ഇവിടുന്നും കുറച്ച് ചോദ്യങ്ങൾ പിക്ക് ചെയ്തിരിക്കുകയാണ്. എല്ലാ ഭാഗത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ്, ജനറൽ ആയിട്ട് വരുന്നത്, കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ എന്താണ് മാത്സ് എന്ന് വരുന്നത്, റീസണിങ് എന്ന് വരുന്നത്, സയൻസ് എന്ന് വരുന്നത്. ഇത്ര സബ്ജക്റ്റേ ഉള്ളൂ. വരുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഒരു നിലവാരം നിങ്ങൾ കണ്ടില്ലേ? അത് ഒരുപാട് വലിയ വലിയ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചാൽ കിട്ടാവുന്ന ഒരു പരീക്ഷയാണ് എന്നുള്ളത് ഒരു കോൺഫിഡൻസ് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു എൻട്രി ലെവൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ശമ്പളവും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സൺ ഞാൻ ഗ്രൂപ്പ് ഡി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവമൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പോയിട്ട് വീഡിയോ കാണുക, നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. നമുക്ക് RRBയുടെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് CC ഒരു ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം സമയം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ മാറ്റി വെക്കും തോറും നിങ്ങളുടെ പിന്നിലുള്ള ആളുകൾ മുന്നിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ പഠിച്ചാൽ കിട്ടുമെന്നുള്ളത് അതിനേക്കാട്ടിലും വലിയ സത്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം. നമ്മുടെ ഗ്രൂപ്പ് ഡി ക്ലാസ്സുകളിൽ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സുകളുണ്ട്. ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരാനായിട്ട്, നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ഞങ്ങൾ ഫാക്കൽറ്റീസ് ഉണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരം ഒരിക്കലേ വരൂ അല്ലേ. ഏറ്റവും നല്ല അവസരത്തെ ഏറ്റവും ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഗ്രാബ് ചെയ്യുന്ന ആൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. സോ തീർച്ചയായിട്ടും ഈ അവസരം നിങ്ങൾക്കുള്ളതാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.